നിങ്ങളെ കുട്ടീൻ്റെ വായിൽ ഇതുപോലെ സ്റ്റെയിൻസ് കണ്ടിട്ടുണ്ടോ? അതായത് ബ്ലാക്ക് സ്റ്റെയിൻസ്. ഇത് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുന്നത് പ്രോപ്പർ ആവാത്തതുകൊണ്ടാണ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? അമിതമായ പുകവലിയുള്ളവർക്കോ അല്ലെങ്കിൽ അമിതമായ കോഫിയോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റെയിൻസ് വരുന്ന ലിക്വിഡ്സ് ഉപയോഗിക്കുന്നവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നിന്റെ സൈഡ് ഇഫക്ട്സ് ആയിട്ട് വരുന്നവർക്കാണെങ്കിൽ ഓക്കെ, അങ്ങനെ സ്റ്റെയിൻസ് വരാമെന്ന് വിചാരിക്കും. ഇതൊന്നുമില്ലാത്ത ഈ ചെറിയ കുട്ടിക്ക് ഇങ്ങനെ കറ വരുമ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് വരുന്നത് ക്രോമോജനിക് ബാക്ടീരിയന്റെ പ്രസൻസ് കൊണ്ടാണ്. ക്രോമോജനിക് ബാക്ടീരിയ ഉണ്ടാക്കുന്ന സ്റ്റെയിൻസ് ആണിത്. അതായത് കളർ ഉണ്ടാക്കുന്ന ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന കളറാണ് പല്ലിലുണ്ടാകുന്നത്. ബ്രഷ് ചെയ്യാത്തതുകൊണ്ട് അതല്ല ഇത് വരുന്നത്. ഇത് നമുക്കത്ര പ്രശ്നക്കാരനും അല്ല, പക്ഷെ ഇത് വായിലിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലീനിങ് ചെയ്താൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നില്ല. ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 to 4 months കഴിയുമ്പോൾ തിരിച്ചു വരും. അപ്പോൾ ഇങ്ങനെ ക്ലീനിങ് ചെയ്തുകൊണ്ട് നിൽക്കാം എന്നുള്ളതൊരു സൊല്യൂഷനാണ്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബയോഫിലിം ഗൈഡഡ് തെറാപ്പിയാണ്. ഇതൊരു കമ്മ്യൂണിക്കബിൾ ആണ്, അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് വേഗം സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. മാക്സിമം സലൈവ ഒന്നും ട്രാൻസ്മിറ്റ് ചെയ്യാൻ കോപ്പറേഷൻ കൂടുതലായിട്ട് വേണം, ഒരു ലോങ് ടേം ആയിട്ട്.